നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കിഡ്നി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നതാണ്. ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കിഡ്നി ഡാമേജ് കൊണ്ടായിരിക്കുന്നു ഒരിക്കലും മനസ്സിലാക്കരുത്. കിഡ്നി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നത്. അതായത് നമ്മൾ ഫർദർ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്തും ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നത് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കിഡ്നി ഡാമേജ്ഡ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ക്രിയാറ്റിനിൻ കൂടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലും സിവിയർ ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇതൊന്നും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ മസിൽസ് പ്രവർത്തിക്കുമ്പോൾ, അതായത് മസിൽസ് എനർജി യൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ആണെങ്കിൽ ബ്ലഡിൽ നിന്നും ഈ ക്രിയാറ്റിനിൻ കളക്ട് ചെയ്യുകയും യൂറിനിലൂടെ പുറന്തള്ളുകയും ചെയ്യും. പക്ഷേ കിഡ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ ക്രിയാറ്റിനിൻ ബ്ലഡിൽ അടിഞ്ഞുകൂടുകയും കാലക്രമേണ അത് ഇന്റേണൽ ഓർഗൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലഡ് ക്രിയാറ്റിനിന്റെ നോർമൽ വാല്യൂ പുരുഷന്മാരിലാണെങ്കിൽ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററും സ്ത്രീകളിലാണെങ്കിൽ 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററുമാണ്. അപ്പോൾ ഇതിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രിയാറ്റിൻ കൂടുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് ടേം കോസ് ആണ്. ഈ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ആയിട്ട് ക്രിയാറ്റിൻ കൂടി നിൽക്കാം. അതുപോലെ ലോങ് ടേം ആയിട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരിൽ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡയബറ്റീസ്, സിവിയർ ബ്ലഡ് പ്രഷർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ, പൈലോ നെഫ്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ ഒക്കെ ഇത്തരത്തിൽ ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. യൂറിൻ ഫ്ലോയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുക, അതായത് സ്റ്റോൺ പോലുള്ള അവസ്ഥകളിലൊക്കെ ഇത്തരത്തിൽ ക്രിയാറ്റിനിൻ കൂടുന്നതാകാം. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ക്രിയാറ്റിൻ കൂടി നിൽക്കാറുണ്ട്. കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോഴോ ബ്ലോക്ക് സംഭവിക്കുമ്പോഴോ ക്രിയാറ്റിൻ പ്രോപ്പറായിട്ട് പുറന്തള്ളില്ല, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ ബ്ലഡിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് കാലക്രമേണ അത് നമുക്ക് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും, കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ക്രിയാറ്റിനിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വെറുതെ ഒന്ന് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കാലക്രമേണ കിഡ്നി ഫംഗ്ഷൻ ചെയ്ത് അഫക്റ്റ് ചെയ്യുകയും ഫ്ലൂയിഡ് റീറ്റൻഷൻ നടക്കുകയും നമ്മുടെ ആംഗിൾ ജോയിന്റിലും കാൽപാദത്തിലും ഒക്കെ നീർക്കെട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും, ഫോമി യൂറിൻ ആയിരിക്കും. കാലക്രമേണ അമിതമായിട്ടുള്ള ക്ഷീണം, കിതപ്പ്, സ്കിന്ന് ഡ്രൈ ആവുക, സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, മസിൽ ക്രാംസ് ഉണ്ടാവുക, ബ്ലഡ് പ്രഷർ കൂടുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ കൂടുതലായിട്ട് സോഡിയത്തിന്റെ അളവ്, പൊട്ടാസ്യം,